എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 33-ാം ദശകത്തിലെ അവസാന ശ്ലോകത്തെക്കുറിച്ച്, അതായത് 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധു തമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായാഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. രാജാ പ്രതീക്ഷ്യ, രാജാവ് പ്രതീക്ഷിച്ചിരുന്നു. ആരെ? മുനിം, ദുർവാസാവു മഹർഷിയെ. ഏകസമാം അനാശ്വാൻ, ഒരു കൊല്ലം മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതെ മുനിയുടെ വരവും കാത്തിരുന്നു അംബരീഷൻ. പിന്നെ ആ മുനി വന്ന വരവാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. സംഭോജ്യ സാധു തം ഋഷിം, ഈ സാധുവിനെ, അതായത് മുനിയെ, ആ മഹർഷിയെ വേണ്ട വിധം അങ്ങോട്ട് ഊട്ടി അംബരീഷൻ. എന്നിട്ടോ ഭുക്ത്വാ സ്വയം ഭുജിക്കുകയും ചെയ്തു. ത്വയി തഥാ അഭിദൃഢം രഥ അഭൂത്, ശേഷം അങ്ങയിൽ പൂർവാധികം ദൃഢമായ ഭക്തിയുള്ളവനായി മാറിയിട്ട് സായുജ്യം ആപച്ച, മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. സമാം പവനേശ പായ, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെയും രക്ഷിക്കണമേ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അനന്തരം മഹർഷിയെ പ്രതീക്ഷിച്ച് ഒരു സംവത്സരം നിരാഹാരനായി കഴിഞ്ഞ രാജാവ് അദ്ദേഹത്തെ സംതൃപ്തനാക്കുമാറ് ഭുജിപ്പിച്ച് പ്രസാദിപ്പിച്ചയച്ചതിനു ശേഷം സ്വയം ഭുജിക്കുകയും അങ്ങയിൽ പൂർവാധികം ഭക്തിയോടും ആസക്തിയോടും കൂടെ ജീവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണേ എന്ന് പറയാണ് ഭട്ടേരിപ്പാട്. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇതോടെ 33-ാം ദശകം സമാപിച്ചു. ഹരേ കൃഷ്ണ.